വാൽപ്പാറയിലുണ്ടായ അപകടത്തിൽ 4 പേരാണ് നിലവിൽ ചികിത്സയിൽ കഴിയുന്നത്. മുസ്നീൻ എന്ന വിദ്യാർത്ഥി പെരിന്തൽമണ്ണയിലെ ആശുപത്രിയിലും മറ്റുള്ളവർ കോയമ്പത്തൂർ മെഡിക്കൽ കോളേജിലും ചികിത്സയിലാണ്. അപകടത്തിൽ പരിക്കേറ്റ 3 പേരാണ് കോയമ്പത്തൂർ മെഡിക്കൽ കോളേജിൽ ചികിത്സയിലുള്ളത്. നൌഷാദ് എന്ന വ്യക്തിക്ക് അതീവ ഗുരുതരമായ പരിക്കുകളാണുള്ളത്. 13 പേരുമായി യാത്ര ചെയ്ത വാഹനമാണ് അപകടത്തിൽപ്പെട്ടത്. 9 പേർ മരിച്ചു. ട്രാവൽ ഡ്രൈവറായി 21 വയസ്സുകാരൻ മുഹമ്മദ് ഫായിസ് കോയമ്പത്തൂർ മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ്. ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പരിക്കുകളുണ്ട്. ആര് പറഞ്ഞ് പുറത്തേക്കുള്ള പരിക്കുകളിൽ ഉള്ളിലേക്ക് ചെറിയ പരിക്കുകളുണ്ട്. അതുപോലെ ലെൻസിൻ്റെ അടുത്ത് ചെറിയൊരു ഇഷ്യൂസ് ഉണ്ട്. പിന്നെ ബ്ലഡ് കോട്ടിംഗ് ഉണ്ട്. ഷോൾഡർ തന്നെ ചതവുണ്ട്. സ്കൂൾ ബസ് ഡ്രൈവർ നൌഷാദിന്റെ പരിക്ക് ഗുരുതരമാണ്. വാരിയെല്ലുകൾ പൊട്ടി ശ്വാസകോശത്തിൽ തറച്ച നിലയിലാണ്. അപകടത്തിൽ മരിച്ച സ്കൂളിലെ പാചക തൊഴിലാളി സാജിദയുടെ മകൻ 12 വയസ്സുകാരൻ ഷഹനദിന്റെ നട്ടെല്ലിന് പരിക്കേറ്റിട്ടുണ്ട്. നൌഷാദ് അലിക്ക് കാര്യമായ ഒന്നും ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ ഒന്നും പറയാനും കഴിയില്ല എന്നാണ് പറയുന്നത്. 48 മണിക്കൂർ കഴിയണം തീരുമാനം അറിയണം. ഇപ്പോൾ ഓക്സിജൻ സപ്പോർട്ടിലാണ് ശ്വാസം എടുത്തുകൊണ്ടിരിക്കുന്നത്. മഞ്ചേരി മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാരുടെ സംഘം കോയമ്പത്തൂരെത്തി പരിക്കേറ്റവരുടെ ആരോഗ്യസ്ഥിതി വിലയിരുത്തി. പരിക്കേറ്റവരുടെ ആരോഗ്യസ്ഥിതിയിൽ പുരോഗതി ഉണ്ടായാൽ മാത്രമേ 3 പേരെയും ചികിത്സയ്ക്ക് കേരളത്തിലേക്ക് മാറ്റൂ. മസ്നിൻ എന്ന പെൺകുട്ടി ചെറിയ പരിക്കുകളോടെ രക്ഷപ്പെട്ടു. പൊള്ളാച്ചിയിലെ ആശുപത്രിയിൽ നിന്നും പെൺകുട്ടിയെ പെരിന്തൽമണ്ണയിലെ ആശുപത്രിയിലേക്ക് മാറ്റി. കോയമ്പത്തൂരിൽ നിന്നും ക്യാമറ പേഴ്സൺ ഷിജു ചിറ്റൂരിനൊപ്പം സാജിദ് അജ്മൽ, മീഡിയ 1.